ഹലോ, നമസ്കാരം. ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ്റെ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. പേര് ചിക്കൻ കൊണ്ടാട്ടം. പേര് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടുമെങ്കിലും ഫുൾ ഫ്ലേവേഡ് ആൻഡ് സ്പൈസിയായ ടേസ്റ്റിയായ ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണൊക്കെ മതിയാകും. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഏകദേശം 45 മിനിറ്റാണിത് വെച്ചിട്ടുള്ളത്. അരമണിക്കൂറായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ഒരു നല്ല ഫ്ലേവറൊക്കെ വരുമല്ലോ. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കണേ, തീരെ വലിയ പീസായ പ്രയാസമാണ്. അപ്പോൾ ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ആരംഭിക്കാം. അതിൽ ഞാനൊരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം. എന്നിട്ടൊരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി ഞാൻ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് സവാള നിങ്ങൾ യൂസ് ചെയ്യല്ലേ. എളുപ്പം വഴിക്ക് സവാള യൂസ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റേ പോകും. ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഏകദേശം ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും, കാശ്മീരി ചില്ലി പൗഡർ മതി കേട്ടോ, അപ്പോൾ അത് നല്ല കളർഫുള്ളായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ ചതച്ച് വെച്ച മസാലക്കൂട്ട്, എല്ലാ മസാലയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇടാൻ പോകുന്നത്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഇത് ഫുൾ ഫ്ലേവേഡ് ആൻഡ് സ്പൈസി എന്ന്. ഇത് ഇത്രയും സ്പൈസി ആക്കുന്ന ഒരു സംഭവം ഈ ചില്ലി ഫ്ലേക്സ് തന്നെയാണ്. ഇത് വീട്ടിലും പൊടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാം. ഇനി നമുക്ക് ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു 1/4 കപ്പ് ടൊമാറ്റോ സോസും ഒരു ചെറിയ കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കറിവേപ്പിലയൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഫ്ലേവേഴ്സ് കൊടുക്കുന്നൊരു സംഭവമാണല്ലോ. ഇനി ഈ ചിക്കൻ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. ഇത് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും, ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന സംഭവം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. വ്യത്യസ്തമായ രുചികൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരീക്ഷിക്കാവുന്ന ഒരു സൂപ്പർ ഐറ്റം തന്നെയാണിത്. ഒരു പാർട്ടിക്കൊക്കെ നമ്മളിത് വിളമ്പിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്പൈസി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കേണ്ട. കാരണം നമ്മൾ സോസൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, goodbye.